10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസിനെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധം പോലീസ് തെളിവെടുപ്പിൽ കണ്ടെത്തിയിട്ടുണ്ട്. തലയോട്ടിക്ക് പരിക്കേൽക്കാൻ കാരണമായ നഞ്ചാക്കാണ് മുഖ്യപ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത്. പ്രതികൾ ഉപയോഗിച്ച മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തു. കേസിലെ മുഖ്യപ്രതിയുടെ പിതാവിന് TP കേസ് പ്രതിയുമായി ബന്ധമുണ്ട് എന്ന കണ്ടെത്തലുമുണ്ട്. അത് ഉറപ്പാക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നു. മാരകമായ ഒരു ആയുധം, ഉപയോഗിക്കാൻ പാടില്ലാത്ത ആയുധം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, മർദ്ദിക്കുന്നത്. അതും തലഭാഗത്താണ് അടിക്കുന്നത്. അത് ഉള്ളിലേക്കാണ് പ്രഹരേറ്റത്. അതിലാണ് തലച്ചോറ് കട്ട. അത് അറിഞ്ഞതിൻ്റെ കൂടെ എൻ്റെ ഭാര്യ വളരെയേറെ നോർമലായിട്ടില്ല. ഒരു വെള്ളം കൊടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. മുഹമ്മദ് ഷഹബാസിന്റെ മരണത്തിന് കാരണക്കാരായ 5 പ്രതികളുടെയും വീടുകളിൽ ഇന്ന് രാവിലെയാണ് പോലീസ് റെയ്ഡ് നടന്നത്. മുഖ്യപ്രതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ചുവെന്ന് കരുതുന്ന നഞ്ചക് കണ്ടെത്തിയത്. പ്രതികളുടെ 4 മൊബൈൽ ഫോണുകളും കണ്ടെടുത്തു. ഗൂഢാലോചന നടന്നതിന്റെ ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിക്കുന്നതിന് പരിശോധനയിൽ ലഭിച്ച മൊബൈൽ ഫോണുകൾ സഹായകരമാകും. അതേസമയം കേസിലെ മുഖ്യപ്രതിയുടെ പിതാവിന്റെ കൊട്ടേഷൻ രാഷ്ട്രീയ ബന്ധങ്ങൾ തുറന്നുകാട്ടുന്ന ചില തെളിവുകളും പുറത്തുവന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി TK രജീഷിനൊപ്പം പ്രതിയുടെ പിതാവ് നിൽക്കുന്ന ചിത്രമാണ് പുറത്തുവന്നത്. സ്വാധീനം ചെലുത്തി മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ പ്രയാസമുണ്ട്. ഞങ്ങൾ സഹിക്കാൻ കഴിയില്ല. കുട്ടികളല്ലാത്തവർക്ക് കുറ്റകൃത്യത്തിൽ പങ്കുണ്ടോ എന്നതിലും അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിനായി ട്യൂഷൻ സെന്റർ പരിസരത്തെയും മറ്റും CCTV ക്യാമറകളിലെ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പ്രതികളുടെയും സുഹൃത്തുക്കളുടെയും രക്ഷിതാക്കളുടെയും മൊഴികളും പോലീസ് രേഖപ്പെടുത്തും. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.